ശ്ലോകം 11 മേൽപ്പത്തൂര് ദശകം സമർപ്പിക്കുകയാണ്. യത് കിഞ്ചിദപ്യവിദുഷാഭി വിഭോമയോക്തം. അവിദുഷ അറിയാതെ കണ്ട്, അറിവില്ലാതെ ആണെങ്കിലും ഞാൻ എന്തൊക്കെയോ ചിലത് പറഞ്ഞു. മയാ ഉക്തം, എന്നാൽ പറയപ്പെട്ടത്. അതൊന്നും എൻ്റെ അഭിപ്രായമല്ല എന്നർത്ഥം. അതാണ് തൻ മന്ത്രശാസ്ത്രവചനാത് അഭിദൃഷ്ടമേവ. മന്ത്രങ്ങളിലും ശാസ്ത്രങ്ങളിലുമുള്ള വാക്കുകൾക്കനുസരിച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഒന്നും എൻ്റെ അഭിപ്രായമല്ല. പുരുഷസൂക്തം മുതലായതൊക്കെ മന്ത്രങ്ങൾ അതിൽ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെയോ പുരാണങ്ങൾ, ധാരാളം പുരാണങ്ങൾ ആ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ശൈവ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ കാണപ്പെട്ടതാണ് അഭിദൃഷ്ടം ഏവ. ഹേ ഗുരുവായൂരപ്പ, അങ്ങ് ആരാണ്? വ്യാസോക്തി സാരമയ ഭാഗവതോപഗീത. വ്യാസൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, വ്യാസൻ്റെ ഉക്തി, ആ വാക്കുകളുടെ എല്ലാം സാരം മഹാഭാരതം, 18 പുരാണങ്ങൾ, അതിൻ്റെയൊക്കെ സാരം ഏതിലാണ് വന്നത്? ഭാഗവതത്തിൽ ആണ്. 17 പുരാണങ്ങളും മഹാഭാരതവും എഴുതിയിട്ട് വ്യാസന് സമാധാനം ഉണ്ടായില്ല. അങ്ങനെ നദീതീരത്തിൽ ദുഃഖിതനായിട്ട് എന്താ കാരണം എന്നറിയുന്നില്ല ഇരിക്കുമ്പോഴാണ് നാരദൻ വരുന്നത്. നാരദൻ പറഞ്ഞു, അങ്ങ് ധർമാർത്ഥകാമ മോക്ഷങ്ങളെക്കുറിച്ച് നന്നായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്, പക്ഷേ ഭഗവാനെക്കുറിച്ച് വർണ്ണിച്ചിട്ടില്ല. ഭക്തന്മാർക്ക് ഭഗവാനെക്കുറിച്ച് ധ്യാനിക്കാൻ വേണ്ടിയിട്ട് ആ ഭഗവാന്റെ ലീലകളെക്കുറിച്ച് നന്നായിട്ടൊന്ന് വർണ്ണിക്കുന്ന ഒരു പുരാണം എഴുതൂ എന്ന് പറഞ്ഞിട്ടാണ് ആ 4 ശ്ലോകങ്ങളുള്ളതായ ബ്രഹ്മാവിൽ നിന്നും താൻ നേടിയിട്ടുള്ളതായ ആ ഭാഗവതം, 4 ശ്ലോകങ്ങൾ, ചതുശ്ലോകി ഭാഗവതം. ചതുശ്ലോകി ഭാഗവതത്തിനെയും കുറച്ച് കഥകളോടുകൂടി ചേർത്ത് വ്യാസന് പറഞ്ഞു കൊടുത്തു. നാരദന് പോയി. ഉടനെ തന്നെ വ്യാസൻ തൻ്റെ ഗുഹയിൽ പോയിരുന്ന് എഴുത്ത് തുടങ്ങി. അങ്ങനെ ആ ഭാഗവതത്തിൽ എപ്പോൾ ഭാഗവതം രചിച്ചു കഴിഞ്ഞുവോ അദ്ദേഹത്തിൻ്റെ മനസ്സിന് പരമമായ ശാന്തി ഉണ്ടായി. ആ ഭാഗവതത്തിൽ ആരെയാണ് വർണ്ണിച്ചിരിക്കുന്നത്? ഈ ഭഗവാൻ ഗുരുവായൂരപ്പനെ. വ്യാസോക്തി, വ്യാസൻ്റെ വാക്കുകൾ, ഉക്തി, അതിൻ്റെ സാരം, ആ പുരാണങ്ങളിലൊക്കെ ഉള്ളതിൻ്റെ പറഞ്ഞതിൻ്റെ സാരം, ആ സാരമായിട്ടുള്ളതായ ഭാഗവതത്തിൽ മുഴുവൻ വന്നു. എല്ലാ പുരാണങ്ങളുടെയും സാരം ആയ ഭാഗവതത്തിൽ ഉപഗീത വർണ്ണിക്കപ്പെട്ടിട്ടുള്ള ഹേ ഗുരുവായൂരപ്പ, ക്ലേശാൻ വിധൂയ, മമ ക്ലേശാൻ വിധൂയ, എൻ്റെ ബുദ്ധിമുട്ടുകളെ മാറ്റിയിട്ട് കുരുഭക്തിഭരം, വർദ്ധിച്ചതായ ഭക്തി എനിക്ക് നൽകണമേ. അങ്ങ് ആരാണ്? പരാത്മൻ. തുടക്കത്തിലും പറഞ്ഞു, ഇവിടെയും പറഞ്ഞു പരാത്മൻ. പരമാത്മാവ് തന്നെയാണ്. പരമാത്മാവായിരിക്കുന്നതും ഗുരുവായൂരപ്പൻ, നിഷ്കളനായ ഗുരുവായൂരപ്പൻ. വൈകുണ്ഠനാഥനായിരിക്കുന്നതും ഗുരുവായൂരപ്പൻ, സകളനായ വൈകുണ്ഠനാഥൻ. പിന്നെയോ രജോഗുണിയായിരിക്കുന്ന ബ്രഹ്മാവും ഗുരുവായൂരപ്പൻ, സത്വഗുണിയായിരിക്കുന്ന വിഷ്ണുവും ഗുരുവായൂരപ്പൻ, തമോഗുണിയായിരിക്കുന്ന ശിവനും ഗുരുവായൂരപ്പൻ. എല്ലാം ഗുരുവായൂരപ്പൻ. സർവം
ഗുരുവായൂരപ്പ മയം, ഗുരുപവന പുരേശമയം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ വിഷുവിൻ്റെ മഹത്വത്തെ സ്ഥാപിക്കുന്നു. ഇത് ഭക്തജനങ്ങൾ അന്വയാർത്ഥത്തോടുകൂടി നോക്കി പഠിച്ചാൽ മാത്രമേ വ്യക്തമാവുള്ളൂ. പല സ്ഥലത്തും അന്വയം വളരെ ക്ലിഷ്ടമാണ്, അന്വയമാണ്. അപ്പോൾ അന്വയം നമ്മൾ വെച്ചിട്ട് അർത്ഥം എഴുതി പഠിച്ച് ആവും, അത്രയേ ഉള്ളൂ. വനമാല എടുത്താലും മതി, വനമാലയിലുണ്ട്, അത് നോക്കി അന്വയാർത്ഥം നോക്കി ഇതായാൽ ഇത് കിട്ടും. പല സ്ഥലത്തും സർവനാമങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നതാണ്, സഹ എന്നും ത്വം എന്നും. അപ്പോൾ ആരാണ് ആരെക്കുറിച്ചാണ് പറയണതെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അങ്ങനെ വിഷ്ണുവിൻ്റെ മഹത്വത്തിനെ സ്ഥാപിച്ചു കഴിഞ്ഞ് ഇനി 11ാം സ്കന്ധത്തിലേക്ക് മേൽപ്പത്തൂർ കടക്കുകയാണ്. 91ാം ദശകം മുതൽ 11ാം സ്കന്ധം തുടങ്ങുന്നു. അതിൽ ഭക്തിയുടെ മഹത്വത്തെക്കുറിച്ചാണ് 91ാം ദശകത്തിൽ വർണ്ണിക്കുന്നത്.